Muslim cultural organization called Muhammadiyya Sabha was founded by Makti Tangal. മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തി തങ്ങൾ. ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻ വിത്ത് ഇസ്രായേൽ ഇൻ ദ ഇയർ 1992. ഇന്ത്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് 1992. ജനപാഠശാല വാസ് ഫൗണ്ടഡ് ബൈ കെ.സി. മാമൻ മാപ്ലൈ. ജനപാഠശാല സ്ഥാപിച്ചത് കെ.സി. മാമൻ മാപ്ലൈ. ഹു വാസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് ദ മലയാളം ന്യൂസ് പേപ്പർ കേരളമിത്രം? കണ്ടത്തിൽ വർഗീസ് മാപ്ലൈ. കേരളമിത്രം എന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ കണ്ടത്തിൽ വർഗീസ് മാപ്ലൈ. ഇൻ വിച്ച് ഇയർ അയ്യങ്കാളി ഫൗണ്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ദ ലോവർ കാസ്റ്റ് ഇൻ വെങ്ങാനൂർ? 1907. താഴ്ന്ന ജാതിക്കാർക്കുള്ള സ്കൂൾ അയ്യങ്കാളി വെങ്ങാനൂരിൽ തുടങ്ങിയതെന്ന്? താഴ്ന്ന ജാതിക്കാർക്കുള്ള സ്കൂൾ അയ്യങ്കാളി വെങ്ങാനൂരിൽ തുടങ്ങിയതെന്ന്? 1907. അപ്പോൾ ആദ്യമായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങിയത് അയ്യങ്കാളിയാണ്. ആദ്യമായിട്ട് താഴ്ന്ന ജാതിക്കാർക്കുള്ള സ്കൂൾ അയ്യങ്കാളി എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് വെങ്ങാനൂരാണ്. ആദ്യമായി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള സ്കൂൾ എന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് 1907. ഇൻ ദ ബിഗിനിങ് ദ മലയാളം ന്യൂസ് പേപ്പർ കേരള കൗമുദി സ്റ്റാർട്ടഡ് പബ്ലിക്കേഷൻ ഫ്രം മയ്യനാട്. കേരള കൗമുദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് മയ്യനാട് നിന്നാണ്. ദ ചെയർമാൻ ഓഫ് ദ GST കൗൺസിൽ ഈസ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. GST കൗൺസിലിൻ്റെ ചെയർമാൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. ദ ബുക്ക് മോണുമെൻറ്റ്സ് മാറ്റർ ഇന്ത്യാസ് ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ് സിൻസ് ഇൻഡിപെൻഡൻസ് ഈസ് ഓതേർഡ് ബൈ നയൻ ജോത് ലാഹിരി. മോണുമെൻറ്റ്സ് മാറ്റർ ഇന്ത്യാസ് ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ് സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് നയൻ ജോത് ലാഹിരിയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? Parliamentary government. What type of government is established in India by the Constitution of India? Parliamentary government. When was the Constitution of India adopted by the Constituent Assembly? 26th November 1949. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26-ആണ്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26-ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26-ആണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26. Article 21A of the Indian Constitution specifies about right to education. Article 21A of the Indian Constitution specifies about right to education. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി 2002-ൽ നിലവിൽ വന്നു. 93-ാം ഭേദഗതി ബിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 21A. ആർട്ടിക്കിൾ 21A സ്പെസിഫൈസ് അബൌട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലവിൽ വന്നത് 86-ാം ഭേദഗതി വഴിയാണ്. ആർട്ടിക്കിൾ 21A കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് 86-ാം ഭേദഗതി വഴിയാണ്. 86-ാം ഭേദഗതി നിലവിൽ വന്നത് 2002-ലാണ്. 93-ാം ഭേദഗതി ബില്ലാണ്. നെയിം ദ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ ദ വർക്കിംഗ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇൻ ഇന്ത്യ? സർക്കറിയ കമ്മീഷൻ. സ്റ്റേറ്റും സെൻട്രൽ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിക്കാനും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് സർക്കറിയ കമ്മീഷനാണ്. ഇൻ വിച്ച് ഇയർ വാസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എനാക്റ്റഡ്? 2002. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2012-ലാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്? 35 ദിവസം. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടത്? 35 ദിവസം.
ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം. ആവശ്യപ്പെടുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? 10 രൂപ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്ഷൻ ഡസ് ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഹാസ്? 1986 നവംബർ 19 വന്ന എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 26 സെക്ഷൻസ് ഉണ്ട്. Which is the Supreme Court case which held that right to pollution-free air is also to be included within the scope of right to life? മലിനീകരിക്കപ്പെടാത്ത വായു ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രസ്താവിച്ച വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MC മേത്ത വീസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മലിനീകരിക്കപ്പെടാത്ത വായു ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രസ്താവിച്ച വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MC മേത്ത വീസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. Which is a Malayalam novel jointly written by N.B. Muhammad and M.D. Vasudevan Nair? അറബിപ്പൊന്ന്. N.B. മുഹമ്മദും M.D. വാസുദേവൻ നായരും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. Which is the first news channel in മലയാളം? ഇന്ത്യ വിഷൻ. മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനൽ ഇന്ത്യ വിഷനാണ്. Who is the author of the മലയാളം നോവൽ ബർസ? ഡോക്ടർ ഖദീജ മുംതാസ്. ബർസ എന്ന നോവൽ എഴുതിയത്, മലയാളം നോവൽ എഴുതിയത് ഖദീജ മുംതാസ് ആണ്. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് സിറ്റുവേറ്റ്സ് ദ കാടാമ്പുഴ ടെമ്പിൾ ഫേമസ് ഫോർ മുട്ടുറക്കൽ? മുട്ടുറക്കലിന് ഫേമസ് ആയ കാടാമ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം. വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ 18. വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ 18. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ? കെ ദേവയാനി. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ബുക്കിൻ്റെ ഉപജ്ഞാതാവ് കെ ദേവയാനി. ദ മലയാളം റൈറ്റർ ഹൂ റോട്ട് ദ വർക്ക് പുരുഷന്മാരില്ലാത്ത ലോകം? AK സരസ്വതി അമ്മ. പുരുഷന്മാരില്ലാത്ത ലോകം എന്ന കൃതി രചിച്ചത് സരസ്വതി അമ്മയാണ്. AK സരസ്വതി അമ്മ. ഫേമസ് ഡ്രാമ ഓഫ് ഇടശ്ശേരി? കൂട്ടുകൃഷി. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് ഗോവ എ ഫുൾ ഫ്ലെജ്ഡ് സ്റ്റേറ്റ് വിത്ത് ദ സ്റ്റേറ്റ് അസംബ്ലി ബൈ 56th അമെൻമെൻറ്റ്. ഓക്കെ, 56ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് ഗോവ ഒരു ഫുൾ ഫ്ലെജ്ഡ് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ അംഗീകരിച്ചത്. 1961 ഡിസംബറിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഗോവയെ ഒരു യൂണിയൻ ടെറിട്ടറിയായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുന്നത്. 1961 ഡിസംബറിൽ ഇന്ത്യ ഗവൺമെൻറ് ഗോവയെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. 1987 മെയ് 30 ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമായി ഗോവ പ്രഖ്യാപിക്കപ്പെട്ടത്. 1961 ഡിസംബറിൽ ഇന്ത്യ ഗവൺമെൻറ് ഗോവയെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. 1987 മെയ് 30 ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമായി ഗോവയെ പ്രഖ്യാപിച്ചു. ഏത് അമെൻമെൻറ്റ് വഴിയാണ് പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ അത് 56ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. ഇൻ വിച്ച് ഡേ ദ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ഈസ് ഒബ്സർവ്ഡ്? ജൂൺ 15. In which day the World Elder Abuse Awareness Day is observed? June 15. Van Vihar National Park is located in which state? Madhya Pradesh. Van Vihar National Park. Van Vihar National Park ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഫേമസ് ബുക്ക് വി ദ പീപ്പിൾ, നാനി പൽക്കിവാല. Who organized Kandala Lehla, the first labor strike in Travancore? Who organized Kandala Lehla, the first labor strike in Travancore? Ayyangali. The first railway line in Kerala from Beipur to Tirur was commissioned on 12th March 1861. 12th March 1861. അപ്പോൾ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. എന്നാണത് കമ്മീഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ 1861 മാർച്ച് 12 അത് കമ്മീഷൻ ചെയ്തത്. അതായത് ആദ്യമായി ഓടിത്തുടങ്ങിയത് 1861 മാർച്ച് 12 ദ ഫസ്റ്റ് ബുക്ക് ഇൻ മലയാളം ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി? ജാതിക്കുമ്മി. മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിലനിന്നിരുന്ന അൺടച്ചബിലിറ്റിയും ജാതി വ്യവസ്ഥയും ചോദ്യം ചെയ്ത ആദ്യത്തെ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഹൂ സ്റ്റാർട്ടഡ് പച്ചമലയാളം മൂവ്മെൻറ്റ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരാനാണ്. യഥാർത്ഥ പേര് രാമവർമ്മ.
പച്ച മലയാളം പോലെ വേറൊരു മൂവ്മെൻറ്റൂടെ അദ്ദേഹം ഇത് ചെയ്തിരുന്നു. അത് പുരാണ ഇതിഹാസ വിവർത്തനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുരാണ ഇതിഹാസ വിവർത്തനം. പച്ച മലയാളം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ ചായ്വില്ലാതെ മലയാളത്തിൽ കൃതികൾ രചിക്കുക, പച്ച മലയാളത്തിൽ കൃതികൾ രചിക്കുക എന്നുള്ളതായിരുന്നു പച്ച മലയാള പ്രസ്ഥാനം. പുരാണ ഇതിഹാസ വിവർത്തന പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിഹാസ വിവർത്തനം എന്ന് പറഞ്ഞാൽ പുരാണവും ഇതിഹാസങ്ങളും എല്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പ്രധാന കൃതികളാണ് കവിഭാരതം. ഓക്കെ. വേർ ഡിഡ് ബെഞ്ചമിൻ ബെയ്ലി എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ കേരള? കോട്ടയം. കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് ബെഞ്ചമിൻ ബെയ്ലി പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത്? കോട്ടയത്താണ്. മാർട്ടിൻ ലൂതർ ഓഫ് ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? എബ്രഹാം ആൽപ്പൻ. മാർട്ടിൻ ലൂതർ ഓഫ് ദി ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് എബ്രഹാം ആൽപ്പനെയാണ്. വുമൺ ലീഡർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ആൻ അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ട്രാവൻകൂർ ദിവാൻ സർ സി.പി. രാമസ്വാമി അയ്യർ. അക്കാമ ചെറിയാൻ. വുമൺ ലീഡർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ആൻ അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ട്രാവൻകൂർ ദിവാൻ സർ സി.പി. രാമസ്വാമി അയ്യർ. അക്കാമ ചെറിയാൻ. വേൾഡ് പോപ്പുലേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ജൂലൈ 11. വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനം, ആചരിക്കുന്നത് ജൂലൈ 11-ാം തീയതിയാണ്. The Malayali woman who boldly faced the British police during the 1921 മലബാർ റിബല്യൻ is കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ റിബല്യനിൽ പോലീസിനെ ധൈര്യത്തോടെ നേരിട്ട വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. Militant organization Indian Republican Army was started by Surya Sen. The militant organization Indian Republican Army was started by Surya Sen. The Nobel Prize in Economics was awarded to Jan Tinbergen and Ragnar. First Nobel Prize in Economics was awarded to Jan Tinbergen and Ragnar. The Hindi word kitab is derived from which language? Arabic. The Hindi word kitab is derived from which language? Arabic. The Vice Chairman and Executive Officer of Niti Aayog are appointed by the Prime Minister of India. The Vice Chairman and Chief Executive Officer of Niti Aayog are appointed by the Prime Minister of India. The INA hero who landed at Tannur, Kerala and was executed by British. വക്കം അബ്ദുൽ ഖാദർ. തെറ്റിദ്ധരിക്കരുത്, വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, ഇത് വക്കം അബ്ദുൽ ഖാദർ. നെയിം ദ INA ഹീറോ ഹു ലാൻഡഡ് അറ്റ് തനൂർ, കേരള ആൻഡ് വാസ് എക്സിക്യൂട്ടഡ് ബൈ ബ്രിട്ടീഷ്. വക്കം അബ്ദുൽ ഖാദർ. ഹു റോട്ട് ദ ഫേമസ് ബുക്ക് മൃച്ഛകടിക? മൃച്ഛകടിക എന്ന ബുക്ക് എഴുതിയത് സുദ്രക. മൃച്ഛകടിക എന്ന ബുക്ക് എഴുതിയത് സുദ്രക. വിച്ച് ഡെവലപ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ കൺസേർവിംഗ് ആൻഡ് പ്രിസർവിംഗ് ദ ഹെറിറ്റേജ് ക്യാരക്ടേഴ്സ് ഓഫ് 12 ഇന്ത്യൻ സിറ്റി? ഹൃദയ്. വിച്ച് ഡെവലപ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ കൺസേർവിംഗ് ആൻഡ് പ്രിസർവിംഗ് ദ ഹെറിറ്റേജ് ക്യാരക്ടേഴ്സ് ഓഫ് 12 ഇന്ത്യൻ സിറ്റീസ്? ഹൃദയ്. ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ICAR BP Pal. First Director of the Indian Council for Agriculture Research ICAR BP Pal. In IT Act 2000, which section deals with the punishment for violation of privacy? 66C. In IT Act 2000, which section deals with the punishment of violation of privacy? 66C. Which state has attained 100% Aadhaar saturation in India? Himachal Pradesh. In which 5-year plan India opted for mixed economy? Second. In which 5-year plan India opted for mixed economy? Second 5-year plan. Fiscal policy in India is formulated by Finance Ministry. Fiscal policy is formulated by Finance Ministry, and monetary policy is formulated by RBI. Monetary policy RBI, fiscal policy Finance Ministry. The modified form of Right to Information Act on February 2011. The modified form of Right to Information Act passed on February 2011. Thank you.